കുണ്ടോട്ടിയിലെ നേർച്ച സംഘടിപ്പിക്കുന്ന SYS ആണോ SSF ആണോ അതേ സമസ്തയാണോ ഏതോ കക്ഷികൾ എന്തോ നടത്തുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടോ? നേർച്ചകളിലെ അനാചാരങ്ങൾക്കെതിരെ, അനാചാരം നടത്തുന്ന നേർച്ചയ്ക്കെതിരെ ഞങ്ങൾ ശബ്ദിച്ചത് മുഴുവനും ഞാൻ എന്റെ പ്രസംഗത്തിൽ അതേ 940 കാലങ്ങളിൽ തന്നെ ബഹുമാനപ്പെട്ട MA ഉസ്താദ് എഴുതിയത് അൽബയാൻ പത്രം നോക്കി ഞാൻ വായിച്ചില്ലേ? അതിൽ എന്റെ ഒരു അക്ഷരം തെറ്റിപ്പോയതാ മൗലവിയെ തെറ്റി കണ്ടത്. ഓക്കെ ഉസ്താദ് അടക്കം ഒപ്പിട്ടുകൊണ്ട് നേർച്ച ഉറൂസ് ചന്ദനപ്പടം ഉത്സവം വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും എന്ന പേരിൽ എഴുതി ഈ പുസ്തകം ഞാൻ പ്രദർശിപ്പിച്ചില്ലേ? ഞങ്ങൾ നേർച്ചകളിലെ അനാചാരങ്ങൾക്ക് അനുകൂലമാണോ? മൗലവിക്ക് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ട് കുറെ തോന്നിവാസങ്ങൾ നടക്കുന്ന നേർച്ചകൾ, ഇവിടെയില്ലേ പട്ടാമ്പിയിലെ ഒരു നേർച്ച, അതേ മണത്തലയിലെ ഒരു നേർച്ച, അതേ അതുപോലെ കുണ്ടോട്ടിയിലെ ഒരു നേർച്ച. മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, അവിടങ്ങളിൽ നടക്കുന്ന ഹറാമുകളിൽ നിങ്ങൾ പോയി പങ്കെടുക്കരുത് കേട്ടോ. തിരൂരിലുണ്ടായിരുന്നു യാഹൂ തങ്ങളെ നേർച്ച എന്ന പേരിൽ കടുത്ത അനാചാരം നടക്കുന്നൊരു നേർച്ച. ഈ പാവപ്പെട്ട ഞാൻ SSFന്റെ പരിപാടി സംഘടിപ്പിച്ച് അതിനെതിരെ ശക്തിയായി പ്രസംഗിച്ചതിന്റെ പേരിൽ ആ നേർച്ചയിൽ അനാചാരം നിർത്തിയിട്ട് അന്ന് എന്റെ സ്റ്റേജിൽ പങ്കെടുത്ത മുത്തവല്ലി തന്നെ ആ അനാചാരം നിർത്തിയിട്ട് പിന്നെ സദാചാരമാക്കി മാറ്റി. പിൽക്കാലത്ത് ഞാൻ അവിടെ പോയി വേദ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഒരു നിലക്കും അംഗീകരിക്കാത്ത ഖബറുകൾക്ക് സമീപത്ത് പല സ്ഥലങ്ങളിലും നടക്കുന്ന അനാചാരങ്ങളിലെ, അതേ തെറ്റായ കാര്യങ്ങളിലെ, മയിൽപീലിയെടുത്ത് തലക്കുഴിയുന്ന ചില സ്ഥലങ്ങളിലെ, സ്ത്രീകൾ തലമറക്കാതെ ഖബറിന്റെ ചുറ്റുഭാഗവും ഓടിക്കളിക്കുന്ന ശൈത്താനിളകളില്ലേ, അതുപോലെ അന്യപുരുഷന്മാരുള്ള സ്ഥലങ്ങളിലേക്ക് അന്യ സ്ത്രീകളെ, ശൈത്താനിളകുന്ന സ്ത്രീകളെ, മാനസിക രോഗമുള്ള സ്ത്രീകളെ കൊണ്ടുപോയി മഖ്ബറയുടെ സമീപത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് കുടുംബക്കാർ വീട്ടിലേക്ക് നാട്ടിലേക്ക് നടന്നു പോകുന്ന കടുത്ത തെറ്റില്ലേ? ഹജ്ജിന് പോകുന്ന സമയത്ത് പോലും കൂടെ ഒരു പുരുഷനില്ലാതെ കാണാനും തൊടാനും പറ്റുന്നവരില്ലാതെ, അതുപോലെ യോഗ്യതയുള്ള ആളുകളില്ലാതെ അയക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുമ്പോ മഖബറയിൽ കൊണ്ടുപോയി ശൈത്താനിളകുന്ന സ്ത്രീകളെ കൊണ്ടുപോയി മഖബറയിലാക്കി ഇങ്ങ് തിരിച്ചു വന്നാൽ അത് ഏർവാടിയല്ലേ, അജ്മീറല്ലേ, അല്ലെ CM മഖാമല്ലേ എന്നതുകൊണ്ട് അതിന് പണ്ഡിതന്മാരുടെ അംഗീകാരമുണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു? ഒരിക്കലും തെറ്റിദ്ധാരണ വേണ്ട. ഞങ്ങൾ ഹക്കായി തുറന്നു പറഞ്ഞ് ജീവിച്ച് ഈമാനോട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ CM മഖാമിന്റെ സമീപത്ത് ഈ അടുത്ത് ഞാൻ പ്രസംഗിച്ചപ്പോഴും ഞാനത് തുറന്നു പറഞ്ഞിരുന്നു. പുത്തമ്പള്ളിയിൽ ഞാൻ മുമ്പൊരു കാലത്ത് പ്രസംഗിച്ചിട്ട് അതേ 10-15 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചപ്പോ മുത്തമ്പള്ളിയിലെ മഖ്ബറയിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്ത് കയ്യിലാക്കിയിട്ട് അതാ തലയിലുള്ള തട്ടമങ്ങ് എടുത്തു കളഞ്ഞിട്ട് സ്ത്രീകൾ അന്യപുരുഷന്മാരെ മുന്നിൽ വെച്ച് തലയിൽ അതാ വെളിച്ചെണ്ണ തേക്കുന്ന സമ്പ്രദായം അത് കടുത്ത ഹറാമാണെന്നും അതിനെല്ലാം കൂട്ടുനിന്ന് കൊടുക്കുന്നവരും അന്യപെണ്ണിന്റെ തലയിലേക്ക് കൊടിയെടുത്തിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്ന ചില അരമുല്ലമാരും അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പരസ്യമായി നൂറുകണക്കിന് വേളുകളിൽ പറഞ്ഞ ഞങ്ങളുടെ മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് കാണിക്കേണ്ടതുണ്ട്. ഖുർആനും ഹദീസും കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോ ഇമാമിങ്ങളെ കിതാബുകൾ ഞങ്ങൾ ഉദ്ധരിക്കുമ്പോ ഞങ്ങളുടെ മുൻഗാമികൾ ആയ പണ്ഡിതന്മാർ ഇവിടെ പഠിപ്പിച്ച ആശയങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ കൂറുചേർന്ന് നടത്തുന്ന അനാചാരങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് കാര്യമുണ്ടോ? അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, ഇതാ ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതുന്നത് സുന്നത്താണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞില്ലേ? ഖബറിന്റെ അടുക്കൽ ദിക്ർ ചൊല്ലുന്നത് നല്ലതാണ്, സ്വലാത്ത് ചൊല്ലുന്നത് നല്ലതാണ്, അതുപോലെ ഖബറിന്റെ അടുക്കൽ വഅദ് പറയുന്നത് നല്ലതാണ്. ബാബു മൗഇദത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബരി ഖുഊദി അസ്ഹാബിഹി ഹൗലഹു. ബുഖാരിയിലെ ഒരു അധ്യായമല്ലേ ഖബറിന്റെ അടുക്കൽ വഅദ് പറയുന്ന അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു മഖ്ബറയിൽ വെച്ച് ദിക്ർ ചൊല്ലിയില്ലേ? അതുപോലെ മഹാന്മാരായ സഹാബത്ത് ഖബറിൽ ഖുർആൻ ഓതുന്നില്ലേ? മരിച്ചവരുടെ പേരിൽ ഭക്ഷണം ദാനം ചെയ്യുന്നത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട അതേ സുന്നത്തല്ലേ? അത്തരം കാര്യങ്ങളെ വിമർശിക്കാൻ വരുന്ന മൗലവിമാർ സുന്നത്തുകൾ ഞങ്ങൾ തെളിവുകൊണ്ട് സമർപ്പിക്കുന്നു. അതിനെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതിരിക്കുമ്പോ മൗലവിമാര് കുറെ ചെണ്ടമുട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഈ ആണ്ട് നേർച്ചയിൽ അനാചാരം നടത്തുന്നതിന് നമ്മുടെ അഭിപ്രായം എന്താ? അതാദ്യം പറയുന്നത്, ഒരൊറ്റ അനാചാരത്തിന് നമ്മൾ അനുകൂലമല്ല, നമ്മൾ ആലിമികളും അനുകൂലമല്ല. വടകരയിൽ യോഗം ചേർന്ന്
ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മഖദഹ മഹാനവറുകളൊക്കെ സമസ്തയിൽ വരുന്ന കാലം സമസ്തന്റെ ആലിമീങ്ങൾ വ്യക്തമായി പറഞ്ഞു, നേർച്ചയിൽ അനാചാരങ്ങളുള്ളതൊക്കെ നിർത്തണം, നേർച്ചയിൽ നല്ല കാര്യങ്ങളെ നടത്താവൂ, ആണ്ട് നേർച്ചകളിൽ പല സ്ഥലത്തും അനാചാരം നടത്തുന്നത് നിർത്തിവെക്കണമെന്ന് സമസ്തന്റെ ആലിമീങ്ങൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞു. ഞാൻ വെറുതെ പറയല്ല, ഇത് അൽബയാൻ, അന്നത്തെ നമ്മളെ പത്രമാണ് അൽബയാൻ, അറബി മലയാളത്തിലുള്ള പത്രം. ഇതിന്റെ 267 പേജിൽ അന്ന് മൗലാന MA ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കും, അന്ന് എഴുതിയതുണ്ട്. ഇന്നും ഞങ്ങളുടെ സമസ്തന്റെ നേതാവാണ് MA ഉസ്താദ്. അന്ന് ബഹുമാനപ്പെട്ടവർ എഴുതിയ ഞാൻ നോക്കി വായിക്കാം. നമ്മുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ ശരിക്കാതെ പഠിക്കണം. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ കൊല്ലത്തെ വാർഷിക യോഗത്തിൽ വെച്ച് പല തീരുമാനവും ചെയ്യുകയും പല പ്രമേയങ്ങളും പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. അവയെക്കുറിച്ചെല്ലാം ഒരു വിശദീകരണം ചെയ്യുവാൻ ഈ ലേഖനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവയിൽ നിന്ന് 2 വിഷയത്തിലേക്ക് മാത്രമാണ് ഈ അവസരത്തിൽ വായനക്കാരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, നേർച്ച സ്ഥലങ്ങളിലും ഉലമാഇന്റെ അറിവിൽപ്പെടാത്ത നിലയിൽ നടന്നുവരുന്ന അനാചാരങ്ങളെ നിർത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രമേയമാണ്. ഇത് വിശദീകരിച്ചിട്ട് MA ഉസ്താദ് അവസാനം പറയുകയാണ്, എന്നാൽ ചില പ്രദേശങ്ങളിൽ നേർച്ചകൾ, കല്യാണാടിയന്തരങ്ങൾ എന്നിവയുടെ അവസരം പതിവായി നാം കണ്ടുവരുന്ന സംഗതിയാണ്. മുട്ട്, വീണവലി, വെടിമരുന്ന് പ്രയോഗം മുതലായവ ഇവ ശറഇന്റെ ദൃഷ്ട്യാ ഹറാമാണെന്ന് പിഞ്ചു പൈതങ്ങൾക്ക് പോലും അറിയുന്ന സംഗതിയാണ്. ഇത് നമ്മൾ മുമ്പേ നമ്മളെ ആലിമീങ്ങൾ എഴുതിയതാ. ഏത് ഇപ്പൊ തൃശ്ശൂര് പൂരത്തിന് കണ്ടേ ഒരാൾ മരിച്ചത്, അതുപോലത്തെ പൊട്ട്. അല്ലാതെ ഒരു ചെറിയൊരു ഓരക്കച്ചടക്കം പൊട്ടിച്ചതോ ഒരു പൊട്ടാസ് പൊട്ടിച്ചതോ അങ്ങനത്തെ സംഗതിയല്ല. അനി ചിലപ്പോ കൈ വരുന്നു എന്ന് പറയുമോ ഇല്ല, അത് വേറൊരു വിഷയം. അതല്ല, ഈ വെടിവെട്ട് ഭയങ്കര പൊട്ട്, അങ്ങനത്തെ പൊട്ട് ഹറാമാണ്. അതുപോലെ ഈ വീണവലി, അതുപോലത്തെ ഹറാമായ മുട്ട്. എല്ലാ മുട്ടും ഹറാമല്ല, ചെപ്പൂട്ടി ഹറാമുണ്ട് ഇല്ല. മുട്ടു തന്നെ എല്ലാ മുട്ടുമല്ല, കാലിന്റെ മുട്ടുമല്ല കേട്ടോ. അപ്പൊ ഹറാമായ മുട്ട് അതൊന്നും പാടില്ല. അത് അന്ന് തന്നെ നമ്മളാരും നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം മുജാഹിദിന്റെ വഞ്ചന. ആദ്യ ആരും നിങ്ങൾ പറഞ്ഞതിന്റെ പുറമെ പിന്നീട് ഒരു ബുക്ക്, അതാണ് നേർച്ച, ഉറൂസ്, ചന്ദനക്കുടം, ഉത്സവം. ഈ പുസ്തകം നമ്മളെ ആലിമീങ്ങൾ AP ഉസ്താദിന്റെയും കൂടി ഉസ്താദാണ്. OK ഉസ്താദ്, അല്ലാഹു ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ, ദർജയേറ്റി കൊടുക്കട്ടെ. ആ OK ഉസ്താദിനെ പോലുള്ള വലിയ വലിയ ആലിമീങ്ങൾ ഇതിന് അംഗീകാരമെങ്കിലും ഒപ്പിട്ട് ഇതിലും പറഞ്ഞു പറ്റില്ല.